മറ്റൊരു ദുരൂഹമാർന്ന കാര്യത്തിലേക്കാണ്. കണ്ണൂർ കല്യാട്ടെ മോഷണം നടന്ന വീട്ടിലെ യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ ദുരൂഹത തുടരുന്നു. ദർശിതയെ സുഹൃത്ത് സിദ്ധരാജു കൊലപ്പെടുത്തിയത് ആസൂത്രിതമായി. കൊലപാതകം നടത്തിയത് മൊബൈൽ ചാർജറിൽ ഘടിപ്പിച്ച ഡിറ്റനേറ്റർ ഉപയോഗിച്ച്. ചാർജർ പൊട്ടിത്തെറിച്ച് അപകടമെന്ന് വരുത്തി തീർക്കാനായിരുന്നു സിദ്ധരാജുവിന്റെ ശ്രമം. അതേസമയം സിദ്ധരാജു ദർശിതയെ മോഷണത്തിന് നിർബന്ധിച്ചെന്ന് സംശയിക്കുന്നതായി ഭർത്താവിന്റെ കുടുംബം ആരോപിച്ചു. ആ വാക്കുകളിലേക്ക്. അല്ല, നമ്മൾ വീട്ടിൽ പോയി വീട്ടിൽ നിന്ന് ചോദിച്ചാലും പറഞ്ഞു ഇങ്ങോട്ട് ബാഗ് കൊണ്ടുവന്നിട്ടില്ല എന്നാണ് പറയുന്നത്. എത്ര ബാഗുകൾ ഇവിടുന്ന് കൊണ്ടുപോയത്? എങ്ങനെ? 3 ബാഗാണ് കൊണ്ടുപോയിന്. സാക്ഷികളുണ്ട്. അപ്പോൾ 2 ബാഗേ അവിടെ എത്തിയിട്ടുള്ളൂ വീട്ടിൽ. ഈ 2 ബാഗ് എന്ന് പറയുന്നത് വസ്ത്രം മാത്രമാണോ? അതിൽ വസ്ത്രവും പിന്നെ കുറച്ച് ഫാൻസി ഐറ്റംസ് സാധനങ്ങളാണ്. അമ്മ വീട്ടിലെത്തി താക്കോല് വെക്കുന്ന സ്ഥലം താക്കോല് നോക്കുമ്പോൾ കാണുന്നില്ല. അപ്പോൾ അവളെ വിളിച്ചിട്ട് ചോദിച്ചു, വാതിൽ കൂട്ടിയിട്ടില്ലേ, താക്കോല് വെച്ചിട്ടില്ലേ ചോദിച്ചു. അപ്പോൾ അവള് പറഞ്ഞു താക്കോല് വെച്ചതിനാ പറഞ്ഞേ. പിന്നീട് കയറി നോക്കിയപ്പോഴാണോ ഇത്? പിന്നെ നോക്കുമ്പോൾ താക്കോൽ അവിടെ കാണുന്നില്ല. അമ്മ വാതിൽ തുറന്നു നോക്കുമ്പോൾ വാതിൽ ലോക്കല്ല. നിഖിൽ അളവൂരിന്റെ വിശദാംശങ്ങളുമായി. നിഖിൽ, ഇക്കാര്യത്തിൽ അടിമുടി ദുരൂഹതകളാണ് ഉള്ളത്. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട്. ഇപ്പോഴത്തെ ഇതിനൊരു സാഹചര്യം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സംഗീത, ഈ സംഭവത്തിൽ ഇപ്പോൾ ഏതായാലും ഈ കല്യാട് ചുങ്കസ്ഥാനത്തെ വീട്ടിൽ നിന്ന് മോഷണം പോയി എന്ന് പറയുന്ന 30 പവൻ സ്വർണവും 4 ലക്ഷം രൂപയും എവിടെ എന്നുള്ളതാണ് കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഏത് വഴിക്ക് പോയി? ഈ ദർശിത വീട്ടിൽ നിന്ന് എടുത്തു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് സിദ്ധരാജുവിന്റെ നിർബന്ധപ്രകാരമാണോ? അങ്ങനെയെങ്കിൽ ഇവർ ഇരുവരും പ്ലാൻ ചെയ്ത് കൊണ്ടുപോയതാണെങ്കിൽ ആ സ്വർണത്തിന്റെ പേരിലുള്ള തർക്കമാണോ ഇത്തരത്തിൽ അതിക്രൂരമായ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത്? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് ഈ സംഭവത്തിൽ ബാക്കിയാവുന്നത്. അതിന്റെ മറ്റൊരു വശം എന്ന രീതിയിൽ ഈ കൊലപാതകം എത്ര ക്രൂരമായിട്ടാണ് നടത്തിയത് എന്നുള്ള കാര്യം കൂടിയാണ്. ഈ ഹുൻസൂർ സ്വദേശികളാണ് ഇവർ രണ്ടുപേരും. 7 വർഷത്തോളമായി ഇവർ പരിചയത്തിലാണെന്നാണ് കർണാടക പോലീസ് പറയുന്നത്. ഇത് പ്രകാരം സിദ്ധരാജു ഈ യുവതിയിൽ നിന്ന് പണം കടം വാങ്ങിയിരുന്നു. 80,000 രൂപയോളം ദർശിതയിൽ നിന്ന് കടം വാങ്ങിയിരുന്നു. ഈ പണം തിരിച്ചു ചോദിച്ചുകൊണ്ട് നിരവധി തവണ ദർശിത സിദ്ധരാജുവിനെ ഫോൺ വിളിച്ചിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. മറ്റൊന്ന്, ഈ ദർശിത ഭർത്താവ് സുഭാഷ് ഗൾഫിൽ നിന്ന് ഇത്തവണ അവധിക്ക് വരുമ്പോൾ അത് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് ഗൾഫിലേക്ക് കൂടെ പോകാൻ തീരുമാനിച്ചിരുന്നു. ഈ 2 കാര്യങ്ങളാണ് സിദ്ധരാജുവിനെ പ്രകോപിപ്പിച്ചത് എന്നതാണ് പോലീസിന് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്ന്. അതേസമയം ഈ കൊലപാതകത്തിന്റെ രീതിയാണ് മറ്റൊന്ന് അതിക്രൂരമായതായി നമ്മൾ എടുത്തു പറയേണ്ടുന്ന കാര്യം. ഇവിടെ റൂം എടുക്കുന്നു, 2 പേരും ചേർന്ന ലോഡ്ജിൽ റൂം എടുക്കുന്നു. പിന്നീട് മൊബൈൽ ചാർജറിൽ ഘടിപ്പിച്ച ഡിറ്റനേറ്റർ വായിൽ തിരികെ വെച്ച് അത് പ്രവർത്തിപ്പിച്ചാണ് ഇത്തരത്തിൽ കൊലപാതകം നടത്തുന്നത്. തീർച്ചയായും നിഖിൽ, അതിൽ വളരെ വലിയ ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കേസ് അന്വേഷണം പുരോഗമിക്കുകയുമാണ്. നിഖിൽ അളവൂരാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.